അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്തഫൽ ഫൈലി ഇത്രത്തോളം അധപ്പതിച്ചതിൽ അതിശയോക്തിയില്ല. രണ്ട് സമസ്തയെയും പരമാവധി തലവേദനയാക്കിയ ഒരു വ്യക്തിത്വമാണ് മുസ്തഫൽ ഫൈലി. മുസ്തഫൽ ഫൈലിയെ കുറിച്ച് പണ്ട് ശംസുൽ ഉലമ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. ഭാവിയിലെ ശംസുൽ ഉലമയാണെന്ന്. അതോടുകൂടിയാണത്രേ ഇദ്ദേഹത്തിന് തലക്കനമുണ്ടായത്. ഞാനൊരു ശംസുൽ ഉലമയാണെന്ന് താനെ തോന്നിത്തുടങ്ങിയ മുസ്തഫൽ ഫൈലി മറ്റാരെയും ബലവെക്കാതെ തനിക്ക് തോന്നിയതൊന്നും വിളിച്ചു പറയാനും എഴുതി പിടിപ്പിക്കാനും തുടങ്ങിയപ്പോൾ രണ്ട് സമസ്തയിലുള്ളവരും കഴിയൊഴിഞ്ഞു. അതോടുകൂടി മുമ്പുണ്ടായിരുന്ന പ്രതാപങ്ങളൊക്കെ നശിച്ചുപോയി. യാതൊരു നിലയും വിലയുമില്ലാതെ കുറെ കാലം അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോയി. അവസാനം EK വിഭാഗം സമസ്തയിൽ കയറിപ്പറ്റി അതിന്റെ മുഷാവറ അംഗമായി ഇപ്പോൾ സസ്പെൻഷനിലുമാണ്. അതിന് കാരണം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരന്മാർ, ഒരു ദിവസമെങ്കിലും പൂക്കോട്ടൂർ സാഹിബിന് ശേഷം പ്രസംഗിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് ഇന്ന് നടന്നു. ഭാവിയിലെ ശംസുൽ ഉലമയാണെന്ന് ശംസുൽ ഉലമ EK ഉസ്താദ് പറഞ്ഞ വ്യക്തിയാണത്രേ മുസ്തഫൽ ഫൈലി. ഫുട്ബോൾ കളിക്കാരുടെ റഫറിയായിരുന്ന യാതൊരു വിവരവുമില്ലാത്ത അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ ശേഷം അദ്ദേഹത്തിനൊരു പ്രസംഗം നടത്തണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ബറക്കത്തായി കണ്ടിരുന്നു. ഒരു പാരിതോഷികമായോ ഒരു സ്ഥാനമായോ അദ്ദേഹം കണ്ടിരുന്നു. ആ മുറാദ് ഇപ്പോഴാണത്രേ അദ്ദേഹത്തിന് ഹാസിലായി കിട്ടിയത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി. അതെല്ലാം ശരിയാണ്. അതേ സംബന്ധിച്ചൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതേ ഇരുത്തം കുറേ നേരമായല്ലോ നമ്മുടെ കാരണന്മാരിയിരിക്കുന്നത്. ഈ സദസ്സിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ഉയർന്ന പണ്ഡിതന്മാരും നേതാക്കളും വക്കീലന്മാരും രാഷ്ട്രീയ നേതാക്കളും MLA മാരും എല്ലാവരും ഈ സദസ്സിലും ഈ സ്റ്റേജിലും ഒക്കെയുണ്ട്. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. രണ്ട് കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒന്ന്, ഇപ്പോ നമ്മുടെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ പ്രശ്നമുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, അതൊന്നും സംസാരിച്ച് നാം ആരും ആ വ്രണം വലുതാക്കാൻ ശ്രമിക്കരുത്. ഒരു വലിയ പ്രസ്ഥാനം, ലക്ഷോപലക്ഷം ജനങ്ങളുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേത്. അതിൽ ഒരുപാട് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സാധാരണക്കാരും പണ്ഡിതന്മാരും മഹാന്മാരായ നമ്മുടെ ഉമറാക്കളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരാൾ മാത്രമുള്ള പ്രസ്ഥാനത്തിന് അത് പ്രസ്ഥാനമെന്ന് പറഞ്ഞുകൂടാ, അവിടെ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായില്ല. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മാന്തി വലുതാക്കി വളരെ വലിയ മുറിവാക്കി നാം പ്രവർത്തിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ചിലത് നമുക്ക് പെട്ടെന്ന് അതിൽ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല, പക്ഷെ അത് ശരിയായിരിക്കും. അപ്പോൾ അവരെന്തു പറയുന്നു എന്നതാണ് എല്ലാ വിഷയത്തിലും നമുക്ക് പരിഗണിക്കാനുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ കുറെ കുട്ടികൾ നമ്മെപ്പോലെ തന്നെ അവർ തീവ്രവാദികളായിരിക്കും. അതായത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പറ്റാത്ത തീവ്രവാദമുണ്ട്, അതല്ല, ആശയ സ്പിരിറ്റുള്ള കുട്ടികളുണ്ടായിരിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പലതും പറയും, പക്ഷെ നേതാക്കൾ അതൊക്കെ നിയന്ത്രിക്കും. അതുപോലെ കുട്ടികൾ ഇന്നും പറയുന്നുണ്ട്,
അതിനെല്ലാം നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നോ അവിടെയാണ് നാം നിൽക്കേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നുവോ അവിടെയാണ് നിൽക്കേണ്ടതെന്നാണ് മുസ്തഫൽ ഫൈലിക്ക് പറയാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് തന്നെ നേതാക്കന്മാരുടെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ്. നേതാക്കന്മാർ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ പരിപാടിയിലാണ് മുസ്തഫൽ ഫൈലി പങ്കെടുക്കുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് നേതാക്കന്മാർ എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പടി അംഗീകരിക്കണം, ഇതാണ് തനിക്ക് പറയാനുള്ളതെന്ന് അദ്ദേഹം അണികളോട് പറയുന്നത്. എങ്ങനെയാണ് അണികൾ അത് സ്വീകരിക്കുക? അവർ തന്നെ മനസ്സിൽ കരുതുന്നുണ്ടാകും, ഇയാളെക്കാൾ വലിയ കപടൻ മറ്റാരാണുള്ളത്? ഇയാളോട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് EK വിഭാഗം സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ലംഘിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്, എന്നിട്ടാണോ ഞങ്ങളെ ഇയാൾ ഉപദേശിക്കുന്നത് എന്ന് അണികൾ ചോദിക്കുന്നുണ്ടാകും. ഇതിനേക്കാളും വലിയ ഒരധപ്പതനം ഇദ്ദേഹത്തിന് വരാനില്ല. നമുക്ക് അദ്ദേഹത്തെ വീണ്ടും കേൾക്കാം. നമുക്ക് സ്വന്തമായിട്ട് യാതൊരു താല്പര്യവുമില്ല, ഒരു താല്പര്യവുമില്ല. പിന്നെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് നാം ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചവരാണ്, പ്രശ്നങ്ങൾ പരിഹരിച്ചവരുമാണ്. അതുകൊണ്ട് ആരും ഒരു പ്രയാസവുമില്ലാതെ നേതൃത്വത്തിന്റെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. സ്വന്തമായ ഒരു താല്പര്യവുമില്ല. അതിവിടെ ഇരിക്കുന്ന ആർക്കും സുന്നത്ത് ജമാഅത്തിൽ സ്വന്തമായ താല്പര്യമില്ല. ഈ സുന്നത്ത് ജമാഅത്ത് കൂടുതൽ കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായിരിക്കണം. അങ്ങനെ നല്ലൊരു സമൂഹം ഇവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ താല്പര്യം. നല്ല സമൂഹം ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ നല്ലവരാകണം, പറയുന്നത് പ്രവർത്തിക്കുന്നവരാകണം, പ്രവർത്തിക്കുന്നതാവണം പറയേണ്ടത്. അല്ലാതിരുന്നാൽ ഫൈസിയെ കേൾക്കുന്ന ആളുകൾ ഇയാളൊരു കപടനാണ് എന്ന് മനസ്സിലാക്കി തള്ളിക്കളയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആ വിഷയം നിർത്തി. ഇനി പറയാനുള്ളത് ഇതൊന്നുമല്ല നാം ചിന്തിക്കേണ്ടത്. ഇപ്പൊ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കുന്നു. പച്ചത്തെറി. താങ്കൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നവരുടെ കൂടെയുള്ളവരാണ് പച്ചത്തെറികൾ നേതാക്കന്മാരെ വിളിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ പ്രവർത്തകരെ പറ്റിയും നേതാക്കളെ പറ്റിയും ഒക്കെയാണ്. എന്തിനേറെ പറയണം, പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്ന് ബിരുദമെടുത്തു വരുന്ന ഫൈസിമാരടക്കം പറയുന്നത് നായ പട്ടി എന്ന വാക്കുകളാണത്രേ. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി തുറന്നടിച്ചത് മാലോകരെല്ലാം കേട്ടവരാണ്. പക്ഷേ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു സംഗതിയായില്ല. അബ്ദുൽ ഹമീദ് ഫൈസി വെറുതെ അങ്ങ് പറഞ്ഞതല്ല, തെളിവോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പേരിൽ വഹാബി ലീഗ് അനുകൂലികളായ സമസ്തക്കാർ തമ്മിൽ തല്ലുന്ന വീഡിയോയും മുസ്ലിം സമൂഹം കണ്ടതാണ്. ഇപ്പോ നമ്മുടെ സമസ്തയുടെ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിൽ പറയുന്നത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ നബി സ്വഹാബത്ത് താബിയുകൾ പഠിപ്പിച്ചത് പ്രകാരം ഉൾക്കൊള്ളുക, പ്രചരിപ്പിക്കുക എന്നാണ്. ഖുർആനും ഹദീസുമെല്ലാം അതിൽ പെട്ടുകഴിഞ്ഞു. അത് പാലിക്കാത്തവരാണ് EK വിഭാഗം സമസ്തയിലുള്ള താങ്കൾ അടക്കമുള്ള ചില മുശാവറ അംഗങ്ങൾ. അതാണ് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളതും. എന്നാൽ
ഇന്ന് നമ്മുടെ ലോകത്ത് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ അറിഞ്ഞോ? 4 ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയിലെ അവിടുത്തെ വലിയ പ്രൊഫസർമാർ, വലിയ ശാസ്ത്രജ്ഞർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. ചിലപ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്താ തീരുമാനം? ഇസ്ലാം എന്നും ഇവിടെ നിലനിൽക്കും, ഖുർആൻ എന്നും നിലനിൽക്കും, ഇസ്ലാമിന്റെ വീക്ഷണം എന്നും ഇവിടെ ഉണ്ടായിരിക്കും, അതിന് യാതൊരു പോറലും ഏൽക്കുകയില്ല എന്ന് നാം തീർത്തും വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ചില ചോദ്യങ്ങൾ എന്താണ്? ആ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് സന്താനമുണ്ടാകാൻ സ്ത്രീയുടെ ആവശ്യമില്ല, പുരുഷനും പുരുഷനും ചേർന്നാൽ സന്താനമുണ്ടാകും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സന്താനമുണ്ടാകാൻ സ്ത്രീയും പുരുഷനും തന്നെ വേണമെന്നില്ല, പുരുഷനും പുരുഷനും ചേർന്നാൽ സന്താനമുണ്ടായിരിക്കും. ഇത് വായിച്ചു. കണ്ണൂരിനടുത്തുള്ള ഒരു ടീച്ചർ ഇടയ്ക്കിടെ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഫോണിൽ. ആ ടീച്ചർ എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഇനിയിപ്പോ ഇങ്ങനെ പുരുഷനും പുരുഷനും കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇതിന് നേരത്തെ ഖുർആൻ പരിഹാരം കണ്ടിട്ടുണ്ട്. ഒരു പുരുഷന്റെയും സാന്നിധ്യമില്ലാതെ മറിയം അലൈഹിസ്സലാം അവർക്ക് കുട്ടിയുണ്ടായി. അത് ലോകത്തിന്റെ സംവിധാനങ്ങളിൽ ഒന്നാണ്. അതേ ഇനി സംഭവിക്കുകയുള്ളൂ, വേറെ ഒന്നും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് എവിടെയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാകണ്ട. ഭർത്താവില്ലാത്തന്നെ നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ മര്യാദ കെട്ട നിലക്കല്ല, മര്യാദക്ക് തന്നെ. ഭർത്താവില്ലാതെ ഗർഭം ധരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെ ഈ സ്ത്രീ ഒരു തെറ്റും ചെയ്യുന്നില്ല. മറിയം അലൈഹിസ്സലാം തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ലോകം. പുരുഷനും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് കുട്ടിയുണ്ടായാൽ അത് ശരിയായ കുട്ടിയാണോ? ആ കുട്ടിക്ക് ഈ പിതാവിന്റെ സ്വത്താവകാശമുണ്ടോ? അതിൽ ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ? ഇതെല്ലാം വിഷയമല്ലേ? ഇതെല്ലാം കാണാൻ പോവുകയാണ് നാം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മാന്യ മഹാജനങ്ങളെ, നിങ്ങളെല്ലാം ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നാം പടച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ കാലത്തെ കാര്യം പറഞ്ഞാണ് പടച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയാത്ത സൃഷ്ടിപ്പും ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തി ഇങ്ങനെയുള്ള കേസുകൾ ആധുനിക ലോകത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഉസ്താദുമാര് കിതാബും പൂട്ടിയിട്ട് ഇതൊന്നും നമുക്ക് നടക്കൂല കേട്ടോ, ഞങ്ങളെ വഴി നോക്കി പോവുക എന്ന് പറയാൻ പറ്റൂല. ഇസ്ലാം അവസാന നിമിഷം വരെ ഇസ്ലാം ഇവിടെ നിലനിർത്താൻ സാധിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നാം പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് വന്ന ശേഷം ഞാൻ അതേപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഇത്തരം നല്ല ചിന്തകളുമായി നേരത്തെ പറഞ്ഞ ഫിത്നകളൊന്നും പറയാതെ, ഫിത്നകളൊന്നും ഉണ്ടാക്കാതെ, സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരെ എത്തിച്ച ഫിത്നകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ താങ്കൾക്ക് ഇനിയും സമസ്ത മുശാവറയിൽ അംഗമാവാൻ സാധിക്കും. ഇവിടെ വേറുള്ള ഈ കശവിഷയം അതൊന്നും എന്റെ തലയിൽ കയറിയിട്ടില്ല. അതിന് അങ്ങനത്തെ തല വേണ്ടേ? അങ്ങനത്തെ തലയേ ഇല്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മാവ എന്ന ചിന്താഗതിയും മാറ്റി വെച്ചുകൊണ്ട് ചെയ്തു പോയതിൽ ഖേദിച്ചു മടങ്ങിയാൽ തന്നെ ഒരുപാട് ഫിത്നകൾ ഒഴിവാക്കാൻ കഴിയും. സഹോദരന്മാരെ, നാം ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ ഇപ്പൊ നേരത്തെ ദാറുദയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞല്ലോ, നമ്മുടെ ഉലമാവും ഉമറാവും ചേർന്നിട്ട് ഇതുവരെ ഉള്ളതിലുപരിയായി വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കൂടുതൽ അവർ മുന്നോട്ട് നീങ്ങണം. സമയം കാണും. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
സാമ്പത്തിക ശേഷി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, കുറെ കളരിപ്പാറ്റ് ശീലിച്ചത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, അതൊക്കെ അതിൻ്റെതായ നിലക്ക് വേണം. പക്ഷെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ലോകത്തെ നേരിടാൻ നമുക്ക് സാധിക്കുക. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ എത്ര കുട്ടികൾ ഡിഗ്രിയും PGയും റിസർച്ചും ഒക്കെ നടത്തിയിട്ട് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാറുൽ ഹുദ നമുക്കൊരു ഉദാഹരണമാണ്. അതുപോലെ ധാരാളം വിദ്യാർത്ഥികൾ ഉയർന്ന പഠനം നടത്തി ഇന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തുന്നു. അത് വിദ്യാഭ്യാസം കൊണ്ടാണ്. ഇതിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. താങ്കൾ ഈ പറഞ്ഞത് തന്നെ ഒരു തരം ഫിത്നയാണ്. ദാറുൽ ഹുദ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൗദൂദി സാഹിബിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ബഹാവുദ്ദീൻ നദ്വി കൂരിയാടാണ്. അദ്ദേഹം പഠിപ്പിച്ച കുറെ കുട്ടികൾ മൗദൂദിസത്തിലേക്കും വഹാബിസത്തിലേക്കും യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തോടൊപ്പം കൂടി ഇത്തിരയുണ്ടാക്കിയപ്പോഴാണ് താങ്കൾ സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ബാക്കി കാര്യങ്ങളെല്ലാം സംഘടന തീരുമാനിക്കും, നേതാക്കൾ തീരുമാനിക്കും. ആ തീരുമാനം അംഗീകരിച്ചാൽ മതി. അത് തീരുമാനിക്കുമ്പോൾ വ്യക്തിപരമായി നമുക്ക് ചില തകരാറുകളോ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ തോന്നും. അത് വിഷയമല്ല. താങ്കൾ വിഷയമാക്കിയത് കൊണ്ടാണല്ലോ താങ്കൾ ഇപ്പോൾ സമസ്ത വിലക്കിയ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വെറുതെയല്ല താങ്കളെ സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. താങ്കളുടെ ഈ സംസാരത്തിൽ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാം ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ലോകത്തെ നേരിടാൻ നമുക്ക് സാധിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോടും ഇവിടുത്തെ ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും എല്ലാവരോടും പറയാനുള്ളത്. ഇങ്ങനത്തെ വിഷയങ്ങൾ ഇനി ഇവിടെ വരും, ഇതിനപ്പുറം വരും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞോ, യുസവ്വിജുഹും ദുക്റാനം വൈനാസ. ഒരു ഭാഗത്തെ സ്ത്രീകളായി ഒരു ഭാഗത്തെ പുരുഷന്മാരായി. ആ യുസവ്വിജുഹും ദിക്റാനം യുസവ്വിജുഹും ദുക്റാനം വൈനാസ. ആണും പെണ്ണുമായിട്ട് തന്നെ ചിലരെ ഉണ്ടാക്കും. എന്താ പറഞ്ഞത്? ആണും പെണ്ണുമായിട്ടുണ്ടാക്കും. ട്രാൻസ്ജെൻഡർ എന്ന് മാത്രമല്ല, ആണും പെണ്ണുമായി. ആണിന്റെ ഗുണവും ആ ശരീരത്തിലുണ്ടായിരിക്കും, പെണ്ണിന്റെ ഗുണവും ആ ശരീരത്തിലുണ്ടായിരിക്കും. അപ്പോ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി ചേർന്നാൽ അവിടെ കുട്ടിയുണ്ടാകാം. ഇതെല്ലാം ഖുർആൻ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ ആരുണ്ട്? ലോകം ഇനിയും ഇനിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ലോകത്തിന്റെ പിന്നാലെ നാം യാത്ര ചെയ്യണം. പോരാ, ലോകത്തിന്റെ മുന്നിൽ നാം യാത്ര ചെയ്യണം. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. 4 മദ്ഹബുകൾ, ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട 4 മദ്ഹബ്, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഈ 4 മദ്ഹബുകൾ നാം അതിൻ്റെതായ അടിസ്ഥാന മൂല്യങ്ങളോടുകൂടി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, എല്ലാത്തിനും പരിഹാരമാണ്. നമുക്ക് അതൊക്കെ വിട്ടിട്ട് വേറൊരു പരിപാടിയുടെ ആവശ്യമില്ല. പക്ഷെ അടിസ്ഥാനപരമായി അത് ഉൾക്കൊള്ളണം. അതെല്ലാം ഹദീസിലുണ്ട്, ഖുർആനിലും ഹദീസിലും ഉള്ളതിന്റെ ഉള്ളടക്കമാണ് ഈ 4 മദ്ഹബ്. ആ 4 മദ്ഹബിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കും മറ്റും ഒക്കെ പരിഹാരമുണ്ട്. ഇനി പുതിയ വേറൊരു പ്രശ്നം വന്നാലും പരിഹാരമുണ്ടായിരിക്കും. അതാണ് ഇസ്ലാം. അതുകൊണ്ട് അനാവശ്യമായ ചർച്ചകളും വാട്സപ്പുകളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളും പ്രസംഗങ്ങളും അതൊന്നും ശ്രദ്ധിക്കാതെ നാം അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.